അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കുറച്ച് ഹദീസുകളെ പറ്റിയാണ്. ഹദീസ് എന്ന് പറയുമ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകണ്ട, കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കേൾക്കാം. ദുഷിച്ച ചിന്തയും അള്ളാഹുവിൻ്റെ പ്രതിഫലം എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഹദീസ് നന്നായി ശ്രദ്ധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കുറച്ച് അനുയായികൾ വന്നു. എന്നിട്ട് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ വിഷമത്തോടെ പറഞ്ഞു, റസൂലേ, ഞങ്ങൾക്ക് ചിലപ്പോൾ ചില ചീത്ത ചിന്തകൾ വരുന്നു. ഈ ചിന്തകൾ വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഈ ചിന്തകളെക്കുറിച്ച് സംസാരിക്കാൻ പോലും ഞങ്ങൾക്ക് പേടിയാണ്. അത് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന ആഗ്രഹം മാത്രമാണ് ഞങ്ങൾക്ക്. ഈ ചിന്തകൾ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. എന്നാൽ ഞങ്ങൾക്ക് ഈ ചിന്ത വരുന്നു. തലയിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. ആ ചിന്തകൾ എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന ആഗ്രഹമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങൾ ശരിക്കും ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു, അതെ റസൂലേ, അതാണ് ഞങ്ങളുടെ പ്രശ്നം. ഈ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയുമോ? അതായത്, ഇതാണ് വിശ്വാസം, ശുദ്ധമായ വിശ്വാസം, ഇതാണ് ഈമാൻ്റെ അടയാളമാണ് ഇത്. അൽഹംദുലില്ലാഹ്. നിങ്ങൾ എങ്ങനെയാണോ അതിനെ നേരിടുന്നത് അതുപോലെ തന്നെ നേരിടുക. അതായത്, നമ്മൾക്ക് ഒരുപാട് ചിന്തകൾ വരുന്നുണ്ട്, നല്ലതും ചീത്തതുമായിട്ടുള്ള. ആ ഒരു ചിന്തകളെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹദീസുകൾ കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന ആ കാര്യത്തിന് അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ അനുഭവിക്കുന്ന രീതി കൊണ്ടും അതിൽ തോന്നുന്ന കുറ്റബോധം കൊണ്ടും. ഇത് ഈമാൻ്റെ അടയാളമാണ്. കാരണം ശൈത്താൻ എല്ലായ്പ്പോഴും മന്ത്രിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മളെ മനസ്സിൽ ഓരോന്ന് ശൈത്താൻ തോന്നിപ്പിക്കുന്നതിനാണ്. എന്നാൽ നിങ്ങൾ ശൈത്താൻ മന്ത്രിക്കുന്നതിന് അനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നാൽ അത് വ്യക്തമാവും. ശുദ്ധമായ ഈമാൻ്റെ അടയാളമാണത്. ശൈത്താൻ നിങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അവനു ആകെയുള്ളത് കുറച്ച് മന്ത്രങ്ങൾ മാത്രമാണ്. അതായത്, അവൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും ഓരോ കുറ്റങ്ങളിലേക്കും. നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശൈത്താൻ നമ്മളെ ഈമാനെ നശിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആ മന്ത്രിക്കലിനെ മനസ്സിൽ തന്നെ നിർത്തി അത് പ്രാവർത്തികമാക്കാത്തിടത്തോളം കാലം ആ ചിന്തകൾക്ക് അള്ളാഹു നിങ്ങളെ ശപിക്കുമെന്ന് കരുതരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ പൊറുക്കുന്നവനാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുകയും അത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുക. ചിന്തകൾ ഉണ്ടാകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇതുപോലുള്ള ചിന്തകൾ വരുന്നു എന്ന് കരുതി നിങ്ങൾ തോൽക്കരുത് പിശാചിൻ്റെ മുന്നിൽ. ഇത് സാധാരണമാണ്. എല്ലാവരും ഇതിലൂടെ കടന്നു പോകും. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. നിങ്ങൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ശൈത്താൻ നിങ്ങളുടെ നല്ല നിമിഷങ്ങൾ പോലും നശിപ്പിക്കാൻ ശ്രമിക്കും. എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ അതൊക്കെ. നിങ്ങൾ ചുറ്റിലുമുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ അഭിനന്ദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ശൈത്താൻ വന്നു മന്ത്രിക്കും, ആരാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്? നമുക്കെല്ലാം തോന്നാറുണ്ടല്ലേ ചില സമയങ്ങളിലൊക്കെ. അള്ളാഹ് അങ്ങനെ നമ്മളെ ഒരു ബാഡായിട്ടുള്ള ചിന്തകളാണിത്, അതിൽ പെട്ടതാണ് ഞാൻ പറയുന്നത്. പിന്നെ വീണ്ടും ശൈത്താൻ നമ്മളോട് ചോദിക്കും, നമ്മളെ മനസ്സിൽ വന്നിട്ട്, ആരാണ് അള്ളാഹിനെ സൃഷ്ടിച്ചത് എന്ന്. ഒരുപാട് മതങ്ങളില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഇങ്ങനത്തെ ഓരോ ചോദ്യങ്ങളിൽ വീണ് പോകുന്ന ആൾക്കാരാണ്. മേ ബി എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ നിമിഷം നിങ്ങൾ ശൈത്താനിൽ നിന്നും അള്ളാഹുവിൽ രക്ഷ തേടുക. ഇതുപോലുള്ള ചിന്തകൾ നിങ്ങളിൽ വരുമ്പോൾ ശൈത്താൻ ആണ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ശൈത്താൻ നിങ്ങളെ വഴി തെറ്റിക്കാൻ വരുമ്പോൾ ആ നിമിഷം നിങ്ങൾ പറയുക, ആമൻതു ബില്ലാ, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. അത് കേട്ട് ശൈത്താൻ ഓടിപ്പോകും. നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ ചിന്തകൾ വരുമ്പോൾ ആമൻതു ബില്ലാ എന്ന് പറയുക. ഇതാണ് ശുദ്ധമായ ഈമാൻ. നിങ്ങളുടെ ചിന്തകൾക്ക് അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുകയില്ല. നിങ്ങൾ ആ ചിന്തകളെ നേരിടുന്നതിനനുസരിച്ച് അള്ളാഹ് നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതാണ്. ഇത് ഈമാൻ്റെ അടയാളമാണ്. മോശമായ ചിന്തകൾ വരുമ്പോൾ ഈ ഒരു ദുആ പറയാൻ ഓർക്കുക. ശൈത്താൻ നിങ്ങളുടെ ചെവിയിൽ വന്ന് മന്ത്രിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നരുത്. കാരണം ശൈത്താൻ നിങ്ങളെ വഴിതെറ്റിക്കാൻ നോക്കുകയാണ്. നിങ്ങളെ വഴിതെറ്റിക്കാനുള്ള അവൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ അവൻ്റെ തന്ത്രങ്ങൾ വെറും മന്ത്രിക്കൽ മാത്രമായി തീരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം കരുത്തുള്ളതാക്കി നിർത്തട്ടെ. ശൈത്താനെ നമ്മുടെ ചിന്തകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും ഒഴിവാക്കി തരട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഈമാൻ കരുത്തുള്ളതും ശുദ്ധവുമാക്കി തീർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.